പഞ്ച് മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ഗായകനും എഴുത്തുകാരനുമായ ശ്രീമാൻ VT മുരളിയാണ്. നമസ്കാരം മുരളിയേട്ടാ. നമസ്കാരം. കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം? ഇന്ന് പോകുന്നു. സാംസ്കാരിക പരിപാടികളും മറ്റൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞു. കോഴിക്കോട്ടത്തെ സാംസ്കാരിക നായകനാണ്. നായകത്വമൊന്നുമില്ലെങ്കിലും കോഴിക്കോട് പണ്ടേ സാംസ്കാരിക നായകന്മാരെ ഒരുപാടുള്ള സ്ഥലമാണല്ലോ. കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് താങ്കൾ ഗായകനായിട്ട് ആരെങ്കിലും പിന്നണിയിലും ഉണ്ട്. പാടി മതിയായില്ലേ? ഈ സംഗീതം എന്ന് പറയുന്നത് പിന്നെ പാടുക എന്ന് പറയുന്നതൊക്കെ നമ്മളൊരു ഊർജം കൂടിയാണ്. അത് പൊതുസമൂഹത്തിന് വേണ്ടി പാടുക, അതിനെപ്പറ്റി നമ്മൾ പറയുള്ളൂ സാധാരണ. പക്ഷെ നമുക്ക് വേണ്ടി പാടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതിൽ നമുക്ക് സ്തുതിയോ താളമോ അല്ലെങ്കിൽ അത് ഭംഗം വരുന്നതൊന്നുമല്ല. നമ്മൾ സ്വയം പാടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പം ഉള്ളത്. പൊതുവായിട്ട് വേണ്ട സമയത്ത് പൊതുവായിട്ട് ഇടപെടും, ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഗായകനായിട്ട് മാറിയത്? ആ സമയത്ത് നമുക്കൊരു സംഗീത വാസന ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അച്ഛൻ എഴുത്തുകാരനായിരുന്നല്ലോ. അപ്പൊ അച്ഛൻ എന്നെ ഇങ്ങനെ കവിത ചൊല്ലാനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഇന്നത്തെ കവിത ചൊല്ലൽ രീതിയല്ല അന്ന്. ഇന്നിപ്പോ രാഗം വെച്ചുകൊണ്ടുള്ള ഒരു തരം ഇതാണല്ലോ, പ്രകടനമാണല്ലോ. അന്ന് വൃത്താധിഷ്ഠിതമായിട്ടാണ് ചൊല്ലുക. അപ്പൊ ഇത് കേകയും കാകളി തരപ്പെട്ട് അങ്ങനെയുള്ള വൃത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കതൊന്നും അറിയില്ലെങ്കിൽ പോലും അതിനൊരു പരമ്പരാഗതമായ ഒരു ഈണം ഉണ്ടല്ലോ, കേരളീയന്റെ ഒരു ഈണം ഉണ്ടല്ലോ, അതിലാണെന്നൊക്കെ ചൊല്ലുക. അപ്പൊ അതിലൂടെ നമ്മളിലേക്കൊരു താളം വരും, നമ്മളിലേക്കൊരു ഈണം വരും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ചെറുപ്പത്തിൽ അതൊന്നും അറിയില്ലെങ്കിലും ഇപ്പൊ കുമാരനാശാന്റേതായാലും ബാമ്പടാനന്ദന്റെ ആയാലും ശ്രീനാരായണ ഗുരുസ്വാമിയുടേതായാലും അതുപോലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നതും പിന്നെ അന്നത്തെ സിനിമയിലെ ദൈവമേ കൈതൊഴാം, കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം എന്നെല്ലാം പറയുന്ന പാട്ടുകൾ നമ്മൾ പാടുകയാണല്ലോ ഇത് സന്ധ്യയ്ക്ക്. അപ്പൊ അതിലൂടെ നമ്മളൊരു സംസ്കൃതിയായിട്ടും നമ്മുടെ ഒരു താളത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളീയതയുടെ ഇതൊക്കെ കടന്നു വന്നിരിക്കാം. അല്ലാതെ അതൊന്നും ബോധപൂർവമല്ല. പക്ഷെ അച്ഛനും ബോധപൂർവമായിരിക്കാം ചെയ്തത് എന്നെനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം കുഞ്ഞിരാമൻ നായരുടെ കവിതകളെ എന്നെ ആദ്യം പഠിപ്പിച്ചത് പി കുഞ്ഞിരാമൻ നായരുടെ കവിതയൊക്കെ. അപ്പൊ അതിലൊക്കെ ഈ കേരളീയ സംസ്കൃതി ഉണ്ട്, കേരളീയ പരിസ്ഥിതി ഉണ്ട്, പ്രകൃതി ഉണ്ട്, ഭാഷയുടെ കാര്യങ്ങളുണ്ട്, കേരളത്തിന്റെ താളാത്മകതയുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമ്മള് കുട്ടികളിലേക്ക് അതിങ്ങനെ നേരെ പോയി മതമല്ലല്ലോ പഠിപ്പിക്കുന്നത്, ഇതല്ലല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണമുണ്ടോ? പ്രശസ്തനായ അച്ഛന്റെ പ്രശസ്തനായ മകനാണ് അച്ഛൻ ശ്രീമാൻ VT കുമാരൻ. അദ്ദേഹത്തിന്റെ സ്വാധീനം താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം? തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം അതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം അച്ഛനിൽ തന്നെയാണ് തുടങ്ങുന്നത്. അച്ഛൻ അതിൻ്റെ അകത്തൊരു വഴിയിൽ തന്നെയാണ് എന്നെ കൊണ്ടുപോയതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു ഇന്ന വഴിക്ക് കമ്മ്യൂണിസ്റ്റുകാരനാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊന്നുമല്ല. ഒരു മനുഷ്യനാവേണ്ട എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്ത് നല്ല വായനക്കാരനാവുക, നല്ല ഇത്തരം കലകളോടുള്ള കുറച്ച് ഉയർന്ന സംസ്കാരം വെച്ച് പുലർത്തുക, അതൊക്കെ എന്തായാലും എൻ്റെ രക്ഷിതാക്കളിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ഇടപെടലും ധാരാളം ആളുകളായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കാം. പക്ഷെ അതിന്റെ ബേസിക് ഞാനൊന്നും കുമാരമാഷ മോനായിട്ട് കണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. VT കുമാരമാഷ മോനായിട്ട് തന്നെ കാണുന്ന ആളുകൾ ഇപ്പോഴും എത്രയോ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ വിനീതനായ VT കുമാരമാഷ മോൻ തന്നെയാണ്, ഇത്രയും വയസ്സായിട്ടും. ഈ അധ്യാപക ദമ്പതിമാരുടെ മകനാണല്ലോ. അപ്പോ അധ്യാപകർ എപ്പോഴും ഒരു അച്ചടക്കം, സത്യസന്ധത, ഇതിനൊക്കെ ഒരു മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ താങ്കളൊക്കെ അവര് ട്രെയിൻ ചെയ്തിരുന്നു. അത് പിന്നെ അധ്യാപക ദമ്പതിമാരുടെ മകൻ എന്നുള്ളത് മാത്രമല്ല, എൻ്റെ അമ്മയുടെ സ്കൂളിലാണ് പ്രൈമറി സ്കൂളിൽ ഞാൻ പഠിച്ചത്. അച്ഛന്റെ സ്കൂളാണ് ഹൈസ്കൂൾ പഠിച്ചത്. സ്കൂളില് അല്ല, അച്ഛന്റെ സ്കൂൾ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ. അപ്പൊ അച്ഛൻ വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ അച്ചടക്കം ഉണ്ടായിരുന്നു. അത് മറ്റു മാഷന്മാരും എന്നെയാൻ മാതൃകയാക്കാൻ ശ്രമിക്കുക. അപ്പൊ കുമാരമാഷ മോൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുരുത്തക്കേടും നമുക്ക് കളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബാല്യത്തിന്റെ ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള ചടുലമായൊരു ഇതുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുട്ടിക്കാലത്ത് ഇല്ല. എന്താ വെച്ചാൽ എപ്പോഴും കുമാരമാഷ മോനാണ് ആ സ്കൂളിൽ. ഗാനഗന്ധർവൻ യേശുദാസൊക്കെ പഠിച്ച തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ കോളേജിലാണല്ലോ താങ്കളും സംഗീതം പഠിക്കാൻ എത്തിയത്. എങ്ങനെയാണ് സ്വാതി തിരുനാൾ കോളേജിൽ എത്തിപ്പെട്ടത്?
അത് സത്യത്തില് എനിക്ക് തൃപ്പൂണിത്തുറയും ഉണ്ട്, പാലക്കാടും ഉണ്ട്, കോഴിക്കോടിനടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രീ-ഡിഗ്രി എല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് സംഗീതം പഠിക്കണം, പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റിയ ഗുരുനാഥന്മാരൊന്നും ഇയാളെ വടക്കേ മലബാറിലില്ല. അപ്പോൾ മുമ്പ് ചെറിയ ഒരു രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെന്നല്ലാതെ നല്ല രീതിയിൽ പഠിക്കാനുള്ള ആളുണ്ട്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ എൻ്റെ ഒരു തോന്നലിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ഫോം വരുത്തി ഇവിടത്തേക്ക് അയച്ചതാണ്. ഞാൻ പാലക്കാടോ അല്ലെങ്കിൽ തിരുവനന്തപുരം അയച്ചിട്ടില്ല. അപ്പൊ എനിക്കത് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബാലപാഠങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ ഈ സരളിവരിശ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതൊന്നും ഒരു കാര്യമില്ല. അതൊരു എക്സസൈസ് മാത്രമാണല്ലോ. അപ്പോ ഇവിടെ വന്നിട്ട് എന്നോട് പാടാൻ പറഞ്ഞ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ഞാനല്ലാത്ത പല കുട്ടികൾക്കും നേരത്തെ പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ എന്നെ ഒരു ശുപാർശയില്ല ഒന്നുകൊണ്ട് എടുക്കാതെ ഞാൻ ലൈറ്റ് മ്യൂസിക് പഠിക്കാണ് എന്നെ എടുക്കുന്നത്. കാരണം അവർ നോക്കുന്ന സ്ഥലത്ത് ഇവന്, കാരണം ഇവിടെ പ്രൈമറി മുതലേ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർ നല്ല ടാലന്റഡ് ആയിട്ട് കുട്ടികളെ എടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ട് വഷളായി ഒരാളെ എടുക്കുന്നതിനേക്കാൾ അവർക്ക് ഇതാ താല്പര്യം. അപ്പൊ അതിൽ വലിയ ആളുകളൊക്കെ പുതുക്കോട് കൃഷ്ണമൂർത്തി സാറ്, പിന്നെ വെച്ചൂർ സാറ്, പ്രഭാകരവർമ്മ സാർ എന്നെല്ലാം പറയുന്ന വലിയ ഗുരുനാഥന്മാരുള്ള ഒരു കാലഘട്ടം, കുമാരകേരളവർമ്മ സാറ്. അപ്പൊ അവരെല്ലാം നോക്കിയിരിക്കാം. ഞാൻ വടകരയിൽ എസ് വി ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു കവി, എടുത്താൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഈ വടകര കൃഷ്ണദാസ് മാഷ് സംഗീതം ചെയ്തൊരു പാട്ടാണ് ഞാൻ പാടുന്നത്. എനിക്കത് ശിവബന്ധുവരയാളി രാഗത്തിലാണെന്നൊക്കെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതൊന്നും അറിയില്ല. അപ്പൊ അത് സപ്തസ്വര പൂഞ്ചിറകിൽ പാറും സ്വർഗീയ ഗാനമേ അക്ഷരതാരക വീഥിയിലലയും സ്വർഗകുമാരിക്കേ സപ്തസ്വര പൂഞ്ചിറകിൽ പാറും സ്വർഗീയ ഗാനമേ. അപ്പൊ ഇതൊന്നും പഠിക്കാത്ത ഒരാൾക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല. ഈ 50 കൊല്ലം മുമ്പ് അഡ്മിഷന് പാടിയ പാട്ട് ഇപ്പോഴും ഓർമ്മിച്ചു ഇവിടെ ഓർമ്മശക്തിനകത്ത് ഇവിടെയാണ്. പിന്നെ ISR പോലുള്ള പല സംഘടനകൾ, വികാസ്, സ്പാർക്ക് നിലമ്പൽ സംഘടന, അങ്ങനെ ഓൾ കേരള മത്സരങ്ങൾ നടത്തും. അതിലൊക്കെ എനിക്ക് 1ാം സമ്മാനം. കാരണം ഈ പാട്ട് പാടിയിട്ടാണ് കിട്ടുന്നത്. പിന്നെ ആകാശവാണിയിൽ ഓഡിഷൻ എനിക്ക് കിട്ടുന്ന ഈ പാട്ട് പാടിയിട്ടാ. അത് കാലിക്കറ്റ് ചെയ്യാനുള്ള ഓഡിഷൻ രാഘവ മാഷാണ് അവിടുത്തെ പ്രൊഡ്യൂസർ. ഈ പാട്ടാണ് പാടുന്നത്. അപ്പൊ അന്ന് ഈ പാട്ട് എങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ ഈ വിഗതികൾ നിയന്ത്രിച്ചതിന് ഒരു വലിയ പങ്കുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ട് അതൊന്നും ഓർമ്മിച്ചിരിക്കില്ല. മുരളിയേട്ടൻ ഈ സ്വാതിനാഥ് കോളേജിൽ പഠിച്ച് ഉടനെയാണോ ഈ KPSC ഗായകനായിട്ട് അരങ്ങേറ്റം നടത്തിയത്, അതോ അതിന് മുന്നേ പോയോ? അല്ല, KPSC ഞാൻ സ്വാതിനാഥ് പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. കാരണം അവിടെ എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് ഒരു പാട്ടുകാരുണ്ടായിരുന്നു. അയാൾക്ക് ഉദ്ഘാടനത്തിന്റെ 2 ദിവസം മുമ്പേ ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ പെട്ടെന്നൊരു പാട്ടുകാരൻ, അന്ന് ലൈവ് പാടുന്നുണ്ട്, റെക്കോർഡിംഗ് അല്ലല്ലോ. അപ്പൊ കണിയാപുരത്തിന് എന്നെ അറിയാം, കണിയാപുരത്തിന്റെ നാടകം. അപ്പൊ കണിയാപുരം പെട്ടെന്ന് പിന്നെ ആളെ പറഞ്ഞയച്ച് കാര്യങ്ങളത്തിരിക്കാൻ, റിഹേഴ്സലിരിക്കാൻ പറ്റുന്ന നാടകം കളിക്കണ്ടേ. കാർത്തിക് നാടകമാണ് ഉദ്ഘാടനം, എല്ലാം കോഴിനാർ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് എന്നെ വിളിപ്പിച്ച് ഞാനവിടെ പോയി പാട്ടൊക്കെ പഠിച്ച് നാടകത്തിന്റെ കൂടെ പാടി റിഹേഴ്സൽ ചെയ്ത് വരികയാണ്. പിന്നെ അത് ഏതാണ്ട് ഒരു കൊല്ലത്തോളം എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞിട്ടൊരു നാടകമാണ്. അത് അല്ല കണിയാപുരം രാമേന്ദ്രൻ എഴുതിയ നാടകം, അദ്ദേഹത്തിന്റെ പാട്ട്, ദേവരാജൻ മാഷ ഇതാണ് സംഗീതം. സംവിധാനം സത്യത്തിൽ ചെയ്തത് പുല്ലൂർ രാജഗോപാലൻ നായരാ. പിന്നെ പക്ഷെ അത് അദ്ദേഹം MLA ഒക്കെ ആയിരുന്നു, അഡ്വക്കേറ്റ് ഒക്കെ ആയിരുന്നു. അന്ന് അദ്ദേഹമാണ് അതിന്റെ പ്രസിഡന്റ്. പിന്നെ അവസാനം ഒരു മിനിക്കുമണി ബാസി സാർ വന്നിട്ട് ചെയ്യും, തോപ്പിൽ ബാസി വന്നിട്ട് ചെയ്യും. സിനിമയിൽ ഭയങ്കര ഗായകനായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും ഒക്കെ വളരെ ബിസിയായ സമയമാണ്. പിന്നെ ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ വയലാറിന്റെ ഒരു കവിതയുടെ പേരാണല്ലോ എനിക്ക് മരണമില്ല. അത് വയലാർ മരിച്ചത് 75 ഒക്ടോബർ 27.
ഇത് 76 വന്നാണ് ഈ നാടകം. അപ്പൊ വയലാറിനെ സമർപ്പിക്കേണ്ടതായിട്ടായിരുന്നു ഈ നാടകം തന്നെ വയലാറിനെ സമർപ്പിക്കേണ്ടതായിട്ടായിരുന്നു. അതിന്റെ അവതരണഗാനമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ മുഴക്കുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കണ്ണൂര് ഭാഗത്ത് നമ്മുടെ CPM തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ഒരു CPI സഖാവിനെ, ദാമോദരൻ ഒരു സഖാവിനെ CPM കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി തിരുനെല്ലൂരിന്റെ കവിതയൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, നമ്മൾ രണ്ട് വഴിയാണെങ്കിൽ നമ്മൾ ഒരേ ലക്ഷ്യത്തിൽ തന്നെ പോകുന്നത്. നമുക്ക് എന്തിനാണ് ഈ നമ്മൾ തമ്മിൽ ഈ വടക്ക് എന്ന് ചോദിക്കുന്ന കവിതയൊക്കെ അക്കാലത്ത് തിരുനെല്ലൂരൊക്കെ എഴുതിയത്. ഈ കവിതയുടെ ഈ നാടകത്തിന്റെയും ഉദ്ദേശം അത് തന്നെയായിരുന്നു. നമ്മൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ കൊല്ലരും, നമ്മൾ തമ്മിൽ എന്നല്ലോ ഇത് വേണ്ടതെന്ന് പറയുന്ന ഒരു ആശയമാണ് അത് കൊണ്ടുവന്നത്. അപ്പൊ അതില് എനിക്ക് മരണമില്ല, എനിക്ക് മരണമില്ല, എൻ്റെ പാട്ടിനും എൻ്റെ കൊടിക്കും എന്നിലെ മനുഷ്യനും മരണമില്ല, എനിക്ക് മരണമില്ല എന്നെ ടൈറ്റിൽ സോങ്. ഈ എന്താ പറയാ അവതരണഗാനം. അതിൽ പിന്നെ എനിക്ക് മരണം ഇല്ലെന്നു പാടിയ കവിക്ക് ഞങ്ങളുടെ ഉപഹാരം, 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 ഉപഹാരം. കാവ്യ കൈരളിക്ക് കുങ്കുമക്കുറി തൊട്ട കവിക്ക് ഞങ്ങളുടെ ഉപചാരം, 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 ഉപചാരം. എനിക്കു മരണമില്ല എന്നത് അവതരണഗാനം തന്നെ. ശരിക്കും ഒരു വിപ്ലവഗാനം പോലെ തന്നെ. അവതരണഗാനം അക്കാലത്ത് ഒരു കൺസെപ്റ്റും അങ്ങനെയാണല്ലോ. പിന്നെ ഇങ്ങനെയുള്ള പക്ഷെ അത് വയലാറിനെ സമർപ്പിക്കും. അതായത് എനിക്ക് മരണമില്ലെന്ന് പാടിയ കവിക്ക് ഞങ്ങളുടെ ഉപഹാരം വെറുതെ വയലാറിനെ സമർപ്പിക്കുന്നതായിട്ടാണ്. ഈ അച്ഛന്റെ വഴി പിന്തുടർന്നാണോ ഒരു CPI അനുഭാവിയായി ജീവിക്കുന്നത്? ഞാന് CPI അനുഭാവി ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് പ്രത്യേകിച്ചൊരു താല്പര്യം ഇല്ല. കാരണം അതിന്റെ ഒരു ആശയപരമായ ഒരു ലോകമാണ്. ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ വ്യാമോഹങ്ങളും. അതുകൊണ്ട് വിപ്ലവത്തിന്റെ വഴികളിലല്ലേ വ്യത്യാസം. അപ്പൊ അങ്ങനെ വിപ്ലവം ഉണ്ടാക്കുമെങ്കിലല്ലേ വഴികളെ പറ്റി ആലോചിക്കേണ്ട. വിപ്ലവത്തിലെ ഞാനിപ്പോ അങ്ങനെ വരും ഞാൻ വിചാരിക്കുന്നില്ല. അതിനെപ്പറ്റി വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ദീർഘകാലത്തെ നമ്മുടെ ഒരു ഒബ്സർവേഷനിലും നമ്മുടെ എക്സ്പീരിയൻസിലും നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയുന്ന അങ്ങനെ ഒരു സാധനം ഇന്ത്യയിൽ നടക്കുമെന്നുള്ള സംശയം എനിക്കുണ്ട്. ഇന്ത്യയിലൊരു വലിയൊരു തൊഴിലാളി വർഗ വിപ്ലവം നടത്തി ഒരു ഇന്ത്യയിലൊരു തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കപ്പെടുമെന്നുള്ള അങ്ങനെയാണെങ്കിലല്ലേ ഈ അഭിപ്രായ വ്യത്യാസത്തിന് തർക്കത്തിനൊന്നും കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തർക്കത്തിൽ അതിലെ മൂല്യാധിഷ്ഠിതമായ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ള പലർക്കും ആ മൂല്യങ്ങൾ തുല്യതാണ്. പക്ഷെ അത് സ്വീകരിച്ച കൂട്ടത്തിൽ അതൊക്കെ അച്ഛൻ നിന്ന് കിട്ടിയാണ് ആ മൂല്യം. നമ്മള് ഇപ്പോൾ 31 കൊല്ലം ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു വാട്ടർ അതോറിറ്റി പോലത്തെ ഒരു സംഭവത്തിൽ ചെയ്തിട്ട് ഒരാളോട് കൈക്കൂലി വാങ്ങരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യം തന്നെയാണ്. കൈക്കൂലി വാങ്ങിയില്ല, അവർ കോൺട്രാക്ട് എടുത്ത് ചായ വാങ്ങിച്ചു കുടിച്ചിട്ടില്ല, മക്കളെ കല്യാണത്തിന് കോൺട്രാക്ടർമാരെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ കോൺട്രാക്ടർമാർക്കാണ് ആദ്യം കത്ത് കൊടുക്കുന്നത്. അതൊക്കെ ആ മൂല്യം തന്നെയാണ്. പിന്നെ നമുക്കൊരു ആംഗിൾ നമ്മളെ സംഗീതത്തിന് പോലും ഒരു ആംഗിൾ ഉണ്ടാവും. എങ്ങനെയാണ് ലെഫ്റ്റ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ധാരണകൾ. ഇപ്പൊ നമ്മള് ഒരു രാഷ്ട്രീയത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഏറ്റവും പുതിയ കാലത്ത് ഏറ്റവും 1-2 ദിവസം മുമ്പേ ഒരു പാട്ട് പാടിയതിനെ പറ്റിയല്ലേ കേരളത്തിലെ വിവാദം നടക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ അത് വേറെ കാര്യം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിലൂടെ വർഗീയതയും ഫാസിസവും വ്യാപിപ്പിക്കുന്നു. ഇവർ പറയും അത് ദേശഭക്തി ഗാനാണ് പറയും. പക്ഷെ എന്റെ ചോദ്യം തിരിച്ചാണ്, നിങ്ങൾ ഇതിനെങ്ങനെ പ്രതിരോധിക്കും? എല്ലാവരും ഇതിലെ കൂടെയൊക്കെ തന്നെയാണ് കടന്നു വരുന്നത്. അത് വേറൊരു മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഒക്കെ കടന്നു വരുന്നത് പാട്ടുകളിലൂടെയും ഇങ്ങനെ സാംസ്കാരികത്തിലെ കൂടി തന്നെയാണ് കടന്നു വരിക. അത് നമ്മൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾ കയ്യിലുള്ളത് പിന്നെ സെമിനാർ നടത്തലാണോ? അവർ പാട്ട് പാടിയിട്ട് ആളുകളെ കുട്ടികളെ കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾ സെമിനാർ നടത്തിയിട്ട് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കിട്ടിയതായ ഒരുപാട് ആശയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു മറ്റുള്ളവർ. സംഘഗാനങ്ങൾ, പിന്നെ വിപ്ലവ ആശയങ്ങളിലെ പാട്ടുകളിലൂടെ, അതായത് സംഗീതത്തിലൂടെ, ഒരു പോപ്പുലർ ആയ ട്യൂൺസിലൂടെ ആളുകൾ MB ശ്രീനിവാസനൊക്കെ ചെയ്തത് വലിയ സേവനല്ലേ. MBS ശ്രീനിവാസനൊക്കെ നമ്മള് MBSന്റെ ജന്മശതാബ്ദി വർഷമായിട്ട്
ഒരു ലെഫ്റ്റ് സംഘടന കേരളത്തിൽ ആരെങ്കിലും ഒരു അനുസ്മരണ സമ്മേളനം വെച്ചോ? ഫേസ്ബുക്കിലൊക്കെ അനുസ്മരണം ഇങ്ങനെ പടത്തിൽ പക്ഷെ സംഘടന വെച്ചോ? പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ഈ ഏപ്രിലാണ് കഴിഞ്ഞത്. ആരെങ്കിലും നടത്തിയോ? 10 സിനിമാ പാട്ട് വെച്ചാൽ പോരല്ലോ. എന്താ പി ഭാസ്കരൻ മാഷി ചെയ്തതെന്ന് പറയണ്ടേ? പുതിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ്ടേ? സിനിമാ പാട്ട് മാത്രമാണോ? കെ രാഘവൻ മാഷിനെ പറ്റി പറയുമ്പോൾ കെ രാഘവന്റെ ഒരു സിനിമ പാട്ട് 70-80 സിനിമയിൽ ചെയ്ത പാട്ടുകൾ മാത്രം പറഞ്ഞാൽ മതിയോ? ദേവരാജ മാഷിനെ പറ്റി പറയുമ്പോൾ ദേവരാജ മാഷ KPSC കാലം പറയണ്ടേ? അങ്ങനെയുള്ള വെളികുടീരങ്ങളെ എന്നുള്ള പാട്ടിനെ പറ്റി പറയണ്ടേ? എങ്ങനെയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നത് പറയണ്ടേ? 10 സിനിമ പാട്ട് വെച്ച് സന്യാസിനി എന്നുള്ള പാട്ട് വെച്ചാൽ മതി അടുത്ത പക്ഷക്കാരൻ. ഞാൻ വിമർശിക്കുന്നതല്ല, ഞാൻ പറയുന്നത് ആ ഒരു ലെവലിൽ അത് ചിന്തിക്കാത്തോണ്ട് പറയാം. അപ്പൊ നമ്മളെ പോലെ തന്നെ ആളുകൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഏജിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ നമ്മൾ പ്രായമായവര് തന്നെ ചെറുപ്പക്കാരാണ് വരേണ്ടല്ല പറയുന്നത്. അവരോട് തുള്ളി കളിക്കാനാണ് നമുക്ക് തന്നെ ഇഷ്ടം. ഇപ്പൊ അവർ തുള്ളി കളിക്കട്ടെ എന്നല്ല വിചാരിക്കുന്നത്, അവരോട് നമുക്കും തുള്ളണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ദിശാബോധം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടെന്നുള്ളതാണ് എൻ്റെ തോന്നല്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വിമർശനം ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ അങ്ങനെ അതിന് സൈദ്ധാന്തികനല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരാളല്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളെയും പാർട്ടികൾ ചേട്ടൻ കുറെ നാള് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥ കാലം ഒന്ന് വിവരിക്കാം. ഞാൻ ആ കാലഘട്ടം കൊണ്ടുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സുസ്ഥിരത, ഈ വരുമാന മാർഗം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഞാൻ അതിന്റെ പെൻഷൻ വാങ്ങി ജീവിക്കുന്നു വളരെ നന്ദിയോടുകൂടി എപ്പോഴും. പക്ഷെ എന്നെ കൊണ്ട് തിരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയെന്ന് വളരെ മോശം അവസ്ഥയാണ്. എൻ്റെ ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഞാൻ നേരത്തെ രാജിവെച്ച് പോകേണ്ട അവസ്ഥ ഇല്ലാതായിപ്പോയത്, അല്ല ഉണ്ടാവാതിരുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ എൻ്റെ എഞ്ചിനീയേഴ്സും എൻ്റെ ഓഫീസർമാരെല്ലാം എന്നെ ഒരു കലാകാരൻ പരിഗണന എപ്പോഴും തന്നിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലോ കിട്ടിക്കൊള്ളണമെന്നില്ല. എപ്പോഴും എനിക്കൊരു സീറ്റായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുമ്പിലായാലും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പോയാലും മുരളിയിരിക്കുന്നു പറയും. ഒരു ക്ലാർക്കിന്റെ അടുത്ത് സാധാരണക്ക് പറയാത്ത ഒരു ബ്യൂറോക്രാറ്റിക് സമീപനം എന്നോട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ എപ്പോഴും നന്ദി. ഇപ്പോഴും എന്നെ അവരുടെ എഞ്ചിനീയേഴ്സിന്റെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ അതിഥിയായിട്ടൊക്കെ വിളിക്കണം. അപ്പോ ആലോചിക്കുക അവർക്ക് എത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്നോട്. ആ ഒരു എന്നോട് കാണിച്ചിട്ടില്ല. എങ്ങനെയാണ് സിനിമാ പിന്നണി ഗായകനായിട്ട് എത്തിപ്പെടുന്നത്? വലിയാനിപ്പം വളരെ പിന്നണി തന്നെയാണ് അല്ലേ. അത് അച്ഛന്റെ രോഗവുമായി ബന്ധപ്പെട്ടാണ്. അച്ഛൻ 1978 52 വയസ്സേ ഉള്ളൂ അപ്പൊ അച്ഛൻ. അപ്പൊ ഒരു പെനാൽറ്റിക് സ്ട്രോക്ക് കൊണ്ട് കൊണ്ടുപോയി. അപ്പോഴത്തെ അച്ഛന് 6 ഭാഷകൾ അറിയാമായിരുന്നു. അതിലൊക്കെ തർജ്ജമകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഷകളെല്ലാം മറന്നു പോവാണ്. ഞങ്ങളെല്ലാരെയും മറന്നു പോവാണ്. അമ്മയെ അറിയില്ല. അൽഷിമേഴ്സ് അല്ല, ഒരു സ്റ്റൈൽ സ്ട്രോക്ക്. അപ്പൊ സൈഡ് തളർന്നും പോയി, ഒപ്പം ശക്തിയെല്ലാം പോയി. പിന്നീട് അച്ഛൻ മലയാളമൊക്കെ എഴുതി പഠിക്കുകയായിരുന്നു. വലിയ മലയാളത്തിന്റെ പണ്ഡിതനായിരുന്ന ഒരാളെ, സംസ്കൃത പണ്ഡിതനൊക്കെ ഈ മുതൽ എഴുതി പഠിച്ച് വരികയായിരുന്നു. അപ്പൊ ആ സമയത്ത് വടകരക്ക് ഒരു പ്രാധാന്യമുണ്ട്. മഹേഷിന് എത്രത്തോളം അറിയില്ല. വടകരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ VT കുമാരൻ മാഷാണ് അവിടുത്തെ ഈ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഒരു കേന്ദ്രം. VT കുമാരൻ മാഷ അത് അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആണെങ്കിലും അതിൽ സോഷ്യലിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. അച്ഛൻ മരിച്ചപ്പോ കോൺഗ്രസ് നേതാവൊക്കെ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രയും വലിയ മുസ്ലിം ലീഗിന്റെ പത്രമായിട്ടുള്ള ചന്ദ്രിക അച്ഛൻ മരിച്ചപ്പോ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. സാംസ്കാരിക നായകൻ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരുമായിട്ടും വളരെ അല്ല, അവർക്കൊരു ഗുരു എന്നുള്ള രീതിയിലായിരുന്നു അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പെട്ടെന്ന് വന്നപ്പോ ഒരു വലിയ പ്രശ്നമായി അത്. അപ്പൊ ആ സമയത്താണ് ഈ തേൻതുള്ളി എന്ന സിനിമയുടെ വർക്ക് നടക്കുന്നത്. KP കുമാരനാണ് അത് ഡയറക്ട് ചെയ്തത്. കുമാരേട്ടനും എല്ലാം അവിടെയുണ്ട്, വടകരയുണ്ട്, രാഘവ മാഷുണ്ട്. ഇവരൊക്കെ വടകര. അച്ഛനുമായി തലേ ദിവസം അവരുടെ അടുത്ത് പോയിട്ടാണ് വീട്ടിലേക്ക് പോയിരുന്നത്. പിറ്റേ ദിവസം രാവിലെ വീഴാണ്. അച്ഛന് സർവീസിൽ മടപ്പള്ളി സ്കൂളിൽ അധ്യാപകനാണ് കാലത്ത്. അപ്പൊ പിന്നെ അവര് മദ്രാസിലേക്ക് പോയി റെക്കോർഡിങ് പറഞ്ഞിട്ട് മദ്രാസിലേക്ക് പോയപ്പോ പിന്നെ അവിടുന്ന് ആലോചിച്ചു പിന്നെ എന്നെ അങ്ങനെ അതില് ഇതാക്കണം. കുമാരൻ മാഷോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ യഥാർത്ഥത്തില്. പക്ഷേ ഞാൻ വന്നത് 2 സോളോ പാടിക്കൊണ്ടാണ്. ഈ ഒത്തുപള്ളി എന്നുള്ള പാട്ടും
കൂടാണ്ട് കാലത്ത് ജയിക്കുക എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടായിരുന്നു. ഈ 2 പാട്ടും വലിയ 3 പാട്ടേ അതിൽ ആകെ 4 പാട്ടുണ്ട് അതിനകത്ത് ആകെ. ഒന്ന് ബി സുശീല പാടിയതാ, മെയിൽ വോയിസിലെ 2 ഞാൻ പാടിയത്. ഒന്ന് മാപ്പിള ഈ പഴയ മൊഹീദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ അതില് മാപ്പിളപ്പാട്ടുകാരൻ 4 പേര് കൂടി ഒരുമിച്ച് പാടി. ഓത്തുപള്ളി എന്നുള്ള ഗാനമാണ് കൂടുതൽ പ്രശസ്തമായത്. അതെ അതെ. രണ്ടുപേരും ഒന്ന് പാടാം. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീയനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് പള്ളിക്കര VP മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ കഥയായിരുന്നു, നോവലായിരുന്നു തെണ്ടുള്ളി പറയുന്നത്. സംഗീത സംവിധാനം രാഘവ മാഷ്. രാഘവ മാഷ് എനിക്ക് അതിനു മുമ്പേ അറിയാൻ. താങ്കളുടെ സിനിമാ പിന്നണി ഗാന രംഗത്തെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്നത് രാഘവ മാഷ്. പിന്നീട് സിനിമാ പിന്നണി ഗാന രംഗത്ത് മാത്രമല്ല, എന്റെ ഒരു വലിയൊരു അച്ഛനും രാഘവ മാഷുമാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിൽ മാറിയത്. ആ ബന്ധം എന്തും പിന്നെ മാഷോട് ആലോചിക്കാതെ അങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യ ബന്ധം പോലെയെന്നും പറഞ്ഞിട്ടുണ്ട്. സൗഹൃദം പോലെയാണ് മാഷ് എന്നെ കണക്കാക്കിയത്. എനിക്കങ്ങനെ കണക്കാക്കാൻ പറ്റില്ലല്ലോ മാഷെ പോലത്തെ ഒരാളെ. പക്ഷെ മാഷ് എപ്പോഴും എന്നെ തിരിച്ച് ഒരു സുഹൃത്തിനോടെന്ന പോലെയാണ് പെരുമാറാറ്. ഒരു സീറ്റ് മാഷിരിക്കുന്ന സ്ഥലത്ത് ഒരു സീറ്റ് ഇല്ലെങ്കിൽ സീറ്റ് എടുപ്പിച്ചിട്ട് എന്റെ ഫ്രണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തു തന്നെ. അതൊന്നും ഇവരാരും ചെയ്യില്ല. ഈ വലിയ പ്രമുഖന്മാർ സംഗീത സംവിധായകന്മാരും ചെയ്യില്ലല്ലോ. തെണ്ടുള്ളിനെ അതില് പാട്ട് എഴുതിയത് PT അബ്ദുൽ റഹ്മാൻ. പിന്നെ നല്ല കവിയായിരുന്നു. ഇപ്പോൾ സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന്റെ കവിതകൾ കംപ്ലീറ്റ് സമാഹരിച്ചിട്ട് ഒരു വോളിയം 1000 രൂപ വിലയായിരുന്നു. അത്രയും വലിയൊരു വോളിയം ഇറക്കിയിട്ടുണ്ട്. അത്രയും നല്ല കവിയായിരുന്നു. പിന്നെ അതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ചത് പിന്നെ SV അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളാണ് എന്നെ ഞാൻ തന്നെ വേണം വലിയ താല്പര്യം കാണിച്ച ഒരാളാണ്. കുമാരേട്ടൻ എന്തായാലും സംവിധായകൻ സമ്മതിക്കണമല്ലോ. കുമാരേട്ടനാണ് അങ്ങനെ നിർദ്ദേശം വെക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ആയാലും ഒരു പ്രൊഡ്യൂസർ പുതുതായിട്ട് വരുമ്പോൾ എന്റെ പടത്തിൽ യേശുദാസ് പാടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും മറന്നു കളയുന്ന ഒരാളാണ് ഈ പ്രൊഡ്യൂസർ. എല്ലാരും പറയാ രാജാ സാറ്, മറ്റേ ദേവരാജ മാഷ്, ജോൺസൺ മാഷ് എന്നെല്ലാം പറയുക. പക്ഷെ ഈ പ്രൊഡ്യൂസർ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ. ഈ നടൻ വരുന്നതായാലും നടി വരുന്നതായാലും എല്ലാത്തിലും പ്രൊഡ്യൂസർ ഉണ്ട്. ശാല പിന്നെ പ്രൊഡ്യൂസർമാരെ മറന്നു കളയാൻ പറ്റും. ചന്ദ്രധാര പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് TK പരീക്കുട്ടി ഉണ്ടാക്കിയ പടങ്ങൾ എത്ര ഉണ്ട്. നീലക്കുയില് തന്നെ. നീലക്കുയിലല്ലേ തുടക്കം, ഭയങ്കര ഇതല്ലേ. നീലക്കുയില്, ഭാർഗവീതില്, എത്ര കുഞ്ഞാലിമരക്കം. ആരെങ്കിലും TK പരീക്കുട്ടീനെ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ പൈസ എടുത്തിട്ട് കൊടുക്കുകയാണ്. ഭാസ്കരൻ മാഷും കാമുകായിട്ടും പറയണെങ്കിൽ എന്ത് പണി പിടിച്ചോളാൻ പറയുന്നത്. അങ്ങനെ ഒരു ഇന്നോട്ടാ നീലക്കുയില് വന്നത്. ആ കാലത്ത് അങ്ങനെ ഒന്നല്ലാതെ ആ കാലത്തെ കമേഴ്ഷ്യൽ ആകാവുന്ന ഒരു സിനിമ പിടിച്ചാൽ പോലെ അദ്ദേഹത്തിന് ചെമ്മീൻ ബിസിനസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അവരെയും കൂടി നമ്മൾ സ്മരിക്കണം. അവിടെ അത് എന്റെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഷാജഹാൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അബുദാബിയിലെ ഒരു ആളായിരുന്നു. അപ്പൊ അയാൾക്ക് മാഹിക്കാരനാണ്. അത് കഴിഞ്ഞ് തെണ്ടുള്ളി കഴിഞ്ഞ് പിന്നെ ഏതൊക്കെ സിനിമയിൽ പാടി? പിന്നെ ഇതേ ടീമിന്റെ തന്നെയാണ് ഉൽപ്പത്തി എന്നൊരു സിനിമ. ട്യൂമറായിരുന്നു അതിനകത്തെ മ്യൂസിക്. PT തന്നെയായിരുന്നു പാട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ചില പാട്ടുകള് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങോട്ടേക്ക് മാറുന്ന കാലം. പിന്നെ മാതള തേമിനാന്നൊരു പാട്ടില്ലേ, ആ പാട്ട് വന്ന ഒരു ഞാൻ നാടാകെന്ന് പറഞ്ഞാൽ നല്ല ഹിറ്റായ പാട്ടാണ്. നല്ല പാട്ടാണ്.